നോക്കൂ, കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് BJP നേതാവിൻ്റെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് പുറത്ത്. BJP കൗൺസിലർ ഉദയൻ ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും കോടികളുടെ വായ്പ തട്ടിപ്പ് നടത്തി മുങ്ങുകയാണ് ചെയ്യുന്നത്. ചെമ്പഴന്തി വാർഡ് കൗൺസിലറായ ഉദയൻ 2.5 കോടിയോളം രൂപയാണ് വായ്പ എടുത്ത് മുങ്ങിയത്. BJP ജില്ലാ പ്രസിഡന്റിനെ അറിയിച്ചിട്ടും നടപടിയില്ല എന്നും താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നും സഹകരണ സംഘം പ്രസിഡന്റ് ജയകുമാർ പറയുന്നു. അതുപോലെ തന്നെ തിരുമല അനിൽ എന്ന കൗൺസിലറുടെ മരണത്തിന് ശേഷമാണ് MS കുമാർ പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ ജയകുമാറും രംഗത്തെത്തുന്നത്. ആ റിപ്പോർട്ട് കാണാം നമുക്ക്. BJP കൗൺസിലർമാരുടെ അഴിമതികൾ വീണ്ടും തുടർക്കഥയാവുകയാണ്. BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ നേതൃത്വത്തെ വിമർശിച്ച് നിരവധി നേതാക്കളും രംഗത്തെത്തിയിരുന്നു. അനിലിന് പിന്നാലെ താനും ആത്മഹത്യയുടെ വക്കിലാണെന്നായിരുന്നു BJPയുടെ നേതാവ് MS കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ BJP സംസ്ഥാന ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പിന്നാലെയാണ് BJPയുടെ ചെമ്പഴന്തി വാർഡ് കൗൺസിലർ ഉദയനെതിരെ ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജയകുമാർ ഫേസ്ബുക്കിലൂടെ പരാതിയുമായെത്തിയത്. BJP കൗൺസിലർ ഉദയനും ഉദയന്റെ കുടുംബവും ബന്ധുക്കളും സഹപ്രവർത്തകനും ഉൾപ്പെടെ 2,30,50,071 രൂപ വായ്പയെടുത്തെന്നും ഇതുവരെ തിരിച്ചടച്ചിട്ടില്ലെന്നുമാണ് പരാതി. ഇക്കാര്യം BJP ജില്ലാ പ്രസിഡന്റായിരുന്ന VV രാജേഷിനെ അറിയിച്ചിട്ടും നേതാക്കൾ മൗനം പാലിക്കുകയായിരുന്നു. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് ഓരോ ആളുകളിലൂടെ ഉദയൻ വായ്പ എടുത്തിരിക്കുന്നത്. തിരിച്ചടവ് ലഭിക്കാതെ നിക്ഷേപകർക്ക് അവരുടെ തുക നൽകാൻ കഴിയില്ലെന്നാണ് ജയകുമാർ പറയുന്നത്. അതിനിടെ ജയകുമാറിന് ഉദയൻ ഭീഷണിക്കത്തും അയച്ചിട്ടുണ്ട്. വായ്പാ തുക തിരിച്ചടക്കാത്തതിനൊപ്പം സഹകരണ സംഘത്തെ നിരന്തരം ഇല്ലാതാക്കുന്ന പ്രവൃത്തികളും ഉദയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ മറ്റൊരു പരാമർശം. തന്റെ മുന്നിൽ ആത്മഹത്യ മാത്രമാണ് വഴിയെന്നും ജയകുമാർ പറയുന്നു. ഈ സാഹചര്യത്തിൽ BJP നേതൃത്വം വ്യക്തമായ മറുപടി നൽകിയേ മതിയാകൂ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.